വിദ്വേഷ പരാമർശത്തിൽ ജാമ്യം കിട്ടിയതിനു പിന്നാലെ വീണ്ടും വിവാദ പരാമർശവുമായി പി.സി. ജോർജ്. ലവ് ജിഹാദിലൂടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ നഷ്ടമായെന്നും ക്രിസ്ത്യാനികൾ തങ്ങളുടെ പെൺകുട്ടികളെ 24 വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ച് നൽകണമെന്നുമാണ് പി.സിയുടെ പ്രസ്താവന. ലവ് ജിഹാദ് പരാമർശത്തിന് തൊട്ടു പിന്നാലെയാണ് പി.സി. ജോർജിനെതിരെ കേസെടുക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. യൂത്ത് ലീഗിന് പുറമെ ദിശ സംഘടനയും പി.സി. ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പി.സി. ജോർജിന്റെ വർഗീയ പരാമർശം നടത്തുന്ന വീഡിയോ യൂട്യൂബ് ലിങ്ക് പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. വർഗീയ പരാമർശം നടത്തി കോടതി അലക്ഷ്യം നേരിടുന്ന ആളാണ് നിലവിൽ പി.സി. ജോർജ്. ലവ് ജിഹാദിന്റെ പേരിൽ ഒരു കേസ് പോലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പി.സി. ജോർജ് മനഃപൂർവ്വം കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് പരാതിയിൽ പറയുന്നു. ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്തി കള്ളപ്രചാരണത്തിലൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. സമാനമായ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നതിനാൽ പി.സി. ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് നേരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പ്രവർത്തകരുടെ തീരുമാനം. ലവ് ജിഹാദിലൂടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ നഷ്ടമായെന്നായിരുന്നു പി.സി. ജോർജിന്റെ പ്രസ്താവന. ക്രിസ്ത്യാനികൾ അവരുടെ പെൺമക്കളെ 24 വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രസംഗത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നിലവിൽ പി.സി. ജോർജിനെതിരെ 3 പരാതികളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.